ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഐപാഡ് കാത്തിരിക്കുകയാണ്. ലൈക്ക് എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്, അപ്പോൾ എന്നോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതുവരെയായിട്ട് ഞാൻ ഏകദേശം 1 മണിക്കൂറായി ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാത്തിരിക്കണം പുറത്തേക്ക്, പക്ഷെ ഇതുവരെ കണ്ടില്ല. ജസ്റ്റ് വെയിറ്റിംഗ്. 2:41 വരെയാണ്, അതുവരെ ഒരു 45 വരെ കാത്തിക്കുക, എന്നിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. I'm waiting for that. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് എൻ്റെ പരിപാടി തീർക്കാം. പക്ഷെ ഐ കാൻ ഫൈൻഡ് ഹിം വേർ. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനെന്താ അറിയില്ല. കുറേ നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ 1:30 ഇരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ സമയം 1:30 നേരത്തെ ഒരു വണ്ടി അങ്ങോട്ട് പോണ കണ്ടത് ആ സൈഡിലേക്ക്. പക്ഷെ ഇനി ഞാനിട്ട് മറന്നു പോയോ എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ റൂം, സ്റ്റോർ റൂം. നമുക്ക് കുറേ പെട്ടി കിട്ടും. ഇവിടെ ആണെങ്കിൽ ഒരു വെളിച്ചമില്ല, ഒന്നുമില്ല. ഇരുണ്ട് മൂടിയ സ്ഥലം. അപ്പുറത്തെ ചേട്ടൻ ഉറങ്ങുന്നതിനോട് അധികം വച്ചിട്ട് സംസാരിക്കാനും പറ്റും. ഇയാളൊരു മൈമോർക്കൻ ചങ്ങായി വേണം. ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് എൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അയാൾ വേഗം വന്നാൽ മതിയായിരുന്നു. ആ ആൻസൈറ്റി ലെവൽ ഈസ് ഗോയിങ് ഞാൻ എവിടെ പോയി കിടക്കുകയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവരിങ്ങനെ തന്നെയാണ്, പഞ്ചായത്തി ഇല്ലാത്ത ആൾക്കാരാണ്. നേരത്തെ ഒരു വാൻ ഇവിടെ നിർത്തിയിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പിടിക്കാര വണ്ടിയാണ്. പക്ഷേ അത് അപ്പുറത്തെ പണിയെടുക്കാൻ വന്ന ചേട്ടന്മാർ ഇവിടെ വണ്ടി നിർത്തി വെച്ചതാണ്. അപ്പോൾ ഞാൻ അതാണ് വിചാരിച്ച് ഞാൻ ഓടി താഴെ പോയപ്പം അതല്ല. calm down baby, I can wait. ഇത് കാത്തിരിഞ്ഞ് മോഷിച്ച് പണ്ടാരടങ്ങി എൻ്റെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ അതിനിത് ഇവിടെ വയ്ക്കാം. അയ്യേ ഞാൻ അത്രയ്ക്ക് കാത്തു നിന്നിട്ടാണ്. ഇതാകുമ്പോൾ എന്താ പറയുക, എളുപ്പമാണ് ഇങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പാടിങ്ങനെ. പക്ഷേ ജസ്റ്റ് നോട്ട് വർത്ത് ഇറ്റ്. സംടൈംസ് ഇത് കളക്ട് വരും. ഇത് കഴിഞ്ഞത്രേ ഉള്ളൂ. റൂമിലേക്കൊന്ന് പോകണ്ട. I really hate. ദിവസം ജോലിക്ക് പോവാതെ എങ്ങനെ 2 ദിവസം ഇതിപ്പോൾ 1 ദിവസം ഒക്കെയാണ് പിന്നെ കുഴപ്പമില്ല. ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ താഴെ വന്നിട്ട് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ചായ ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ മുഖത്ത് കുറച്ച് സ്കിൻ കെയറും കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് കളിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാഷൻ ഷോ കളിക്കുന്നത്. ഒബിയസ്ലി ഒക്കെ കളിത്തേ. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ ജാക്കിൽ വെള്ളം എടുത്ത് ചൂടാക്കി. അപ്പോൾ ഇതിൽ കണക്ഷൻ ഓൾറെഡി കണക്റ്റഡ് അല്ല. അപ്പം ഞാൻ ഇതിവിടെ ഇങ്ങനെ വയ്ക്കുകയാണ്. സോ ഹായ് ഗൈസ്, ഇവിടെ ഒരു കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ കഴുകണില്ല. അപ്പം ഞാനൊക്കെ ഒരു ഗ്ലാസ് എടുത്ത്, നമ്മൾ ഹോൾ മിൽക്കാണെങ്കിലും എന്ത് മിൽക്കാണെങ്കിലും പച്ചവെള്ളം ചേർക്കും അത്യാവശ്യം. ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 3/4 ഭാഗം. ഇറ്റ്സ് എ കോമൺ കേരള ഇന്ത്യൻ തിങ്സ്. ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര എച്ചിയാണ്, പക്ഷെ എച്ചിയല്ല.
എന്നിട്ട് ഞാൻ ബാക്കിത്തെ ഫ്രിഡ്ജിൽ ഒഴിച്ച് ഒരു പാലൊക്കെ എടുത്ത് സെറ്റാക്കി പാല് ഈ ചെറിയ ഗ്ലാസ്സിലെടുത്തു. ഇനിയിപ്പോൾ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുക. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. അപ്പം ഇവിടെയാണെങ്കിൽ ടേബിളിൽ മൊത്തം പാത്രം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതെന്താ ഞാൻ വലിയ അടുക്കി പെറുക്കാൻ പോകും. ബാക്കിയുള്ളൊരു സാധനമാണെങ്കിൽ ഞാൻ അടുക്കി പെറുക്കി പോകും. അപ്പോൾ എനിക്കിവിടെ എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് ഭയങ്കര ചീത്ത വെക്കുന്നുണ്ട്. അവളെ എവിടെയെങ്കിലും വെച്ച സാധനമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ അടുക്കിപ്പെറുക്കൽ കുറച്ച് അധികമായതുകൊണ്ട് അവൾ വിചാരിക്കുന്ന സാധനം പോലും അവൾ ആവശ്യത്തിന് നോക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തി വെച്ചു. ഞാനിപ്പോൾ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കാം. പഴയ ആൾക്കാർ ഞാൻ കണ്ടിടത്തോളം എല്ലാം മിക്സ് ആക്കാറില്ല. ഞാനെല്ലാം മിക്സ് ആക്കില്ല. എനിക്ക് പിന്നെ പൊതുവേ ഞാൻ ഇടപ്പൻ്റെ ആളാണ്. കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇട്ടു. പിന്നെ വെള്ളം ചൂടാക്കിയതുണ്ട് വെച്ചെങ്കിൽ എല്ലാം പെട്ടെന്ന് കഴിയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാമേ സടപടേന്നായാൽ സടപടേന്ന് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ നോക്കിയിരിക്കത്തുള്ളൂ. ഏത് വേറെ വല്ല സന്തോഷം എന്താ വെച്ചാൽ ഞാൻ പുതിയതായിട്ടൊരു മാക്ക് ഓർഡർ ചെയ്തു. പക്ഷെ എൻ്റെതല്ല, എൻ്റെ റൂംമേറ്റിൻ്റെയാണ്. പക്ഷെ എൻ്റെതുപോലെയാണല്ലോ. അപ്പം അതിൻ്റെ അൺബോക്സിങ്ങും ഉണ്ട്. അൺബോക്സിങ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്തായാലും അൺബോക്സിങ് കാണിച്ചിട്ടാണ്. ഇളക്കി ചായൻ്റെ മറ്റേ ബാഗ് അങ്ങോട്ടേക്ക് പൊട്ടിപ്പോയി. ഇതിപ്പോൾ ഇനി ഞാൻ അരിക്കേണ്ട അവസ്ഥയായി. എളുപ്പപ്പണി പോയിട്ടിപ്പോൾ 2-ാം പണിയായ അവസ്ഥയായി. അയ്യോ, ചായ റെഡിയായി. അപ്പം ഞാൻ പൊതുവേ മസാല ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസാല ടീ കുടിക്കുന്ന ആളാണ്. പക്ഷേ എനിക്കിപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് മടിയായതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ബൈ. സോ ഇതാണ് ഞാൻ മേക്കപ്പ് ഇട്ടത്. മേക്കപ്പ് വലുതായിട്ടൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്ലഷ്, കുറച്ച് ലിപ്സ്റ്റിക്. അപ്പം ലൈറ്റിൻ്റെ അടിയിലായതുകൊണ്ട് കുറച്ച് കളർ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇതാണ് ക്യൂട്ടല്ലേ ആണ് ഉള്ളത്. ഉണ്ടല്ലേ, ഞാൻ ഈ അടുത്ത് പോയിട്ട് ത്രെഡ് ചെയ്തതാണ് കുറേ കാലത്തിന് ശേഷം. പക്ഷേ എൻ്റെ കട്ടൊന്നും പോയിട്ടില്ല. This is how I look by doing some blush and some